ഹായ്, ഞാൻ ഡോക്ടർ ജീന ബാബുരാജ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് വടകര. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഡോസ് HPV വാക്സിനേഷനെ കുറിച്ചായിരുന്നു. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ HPV വാക്സിനേഷൻ്റെ ഡോസ് പറഞ്ഞത് 9 to 14 ഇയേഴ്സ് വരെ 2 ഡോസ് ഷെഡ്യൂളും എബോവ് 15 ഇയേഴ്സ് 3 ഡോസ് ഷെഡ്യൂളുമായിരുന്നു. HPV വാക്സിൻ ലോഞ്ച് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഡോസ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ വീഡിയോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ ഈ വാക്സിൻ്റെ ഹിസ്റ്ററിയിലോട്ട് പോകണം. 2006 ഒരു HPV വാക്സിന്, അതിന് ഗാഡാസിലിനാണ് ആദ്യമായി FDA അപ്രൂവൽ കിട്ടുന്നത്. 2007 GSKയുടെ സെർവറിക്സ് എന്ന വാക്സിനും FDA അപ്രൂവൽ കിട്ടി. 2009 ഈ രണ്ട് വാക്സിൻസും WHO പ്രീ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. ഈ രണ്ട് വാക്സിൻസും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലൈസൻസ് കൊടുത്തത് 3 ഡോസ് ഷെഡ്യൂളിനായിരുന്നു. എല്ലാവർക്കും 3 ഡോസ് വാക്സിനേഷൻ. 2006 ലൈസൻസ് കിട്ടിയതിന് ശേഷം ഡെവലപ്ഡ് കൺട്രീസ് ഈ HPV വാക്സിൻ 3 ഡോസ് ഷെഡ്യൂളായിട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വാക്സിനേഷൻ കിട്ടിയ കുട്ടികളെ ഫോളോ അപ്പ് ചെയ്ത് വന്ന സ്ഥിതി വന്നപ്പോൾ ചില കുട്ടികൾ 2 ഡോസ് വാക്സിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, 1 ഡോസ് മിസ്സായി എന്ന് കണ്ടു. പക്ഷേ ഇവരുടെ ഇമ്മ്യൂണോജെനിസിറ്റി പരിശോധിക്കുമ്പോൾ ഈ 2 ഡോസ് എടുത്തവർക്കും 3 ഡോസ് എടുത്തവർക്കും ഏകദേശം ഒരേ ഇമ്മ്യൂണോജെനിസിറ്റിയാണ്, അല്ലെങ്കിൽ ആൻറ്റിബോഡി ടൈറ്റർ ഏകദേശം ഒരുപോലെയാണ് എന്ന് സ്റ്റഡീസ് തെളിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2014 WHO ഒരു 2 ഡോസ് ഷെഡ്യൂൾ ആൻഡ് 3 ഡോസ് ഷെഡ്യൂൾ കൊണ്ടുവന്നു. അതായത് യങ്ങർ ഏജ് ഗ്രൂപ്പിന് 2 ഡോസ് മതി എന്നുള്ളത്. 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 ഡോസ് ഷെഡ്യൂൾ മതിയാകും. അതിന് മുകളിലുള്ളവർക്ക് 3 ഡോസ് ഷെഡ്യൂൾ എന്ന് കൊണ്ടുവന്നു. വീണ്ടും സ്റ്റഡീസ് വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഒരു മേജർ സ്റ്റഡി വന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഗാഡാസിലിൻ്റെ ഫേസ് 3 സ്റ്റഡി നടന്നത് ഇന്ത്യയിലാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ അത് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് 3 ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടായിരുന്നു. സിംഗിൾ ഡോസ് വാക്സിൻ എടുത്തവരും 2 ഡോസ് വാക്സിൻ എടുത്തവരും 3 ഡോസ് വാക്സിൻ എടുത്തവരും. ഈ കുട്ടികളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തതിൽ നിന്നും, ഒരു 10 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, സിംഗിൾ ഡോസ് എടുത്ത കുട്ടികൾക്കും HPV ഇൻഫെക്ഷൻ വരാതിരിക്കാൻ മാത്രമുള്ള ആൻറ്റിബോഡി ടൈറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഇതേ സമയത്ത് തന്നെ മറ്റു ചില കൺട്രീസും സിംഗിൾ ഡോസ് വാക്സിൻ തന്നെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നുള്ള സ്റ്റഡീസും കണ്ടത് ഒരു സിംഗിൾ ഡോസ് എടുത്താൽ തന്നെ നമുക്ക് സഫിഷ്യൻറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 WHO പുതിയ റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു. അതായത് 9 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 ഡോസോ അല്ലെങ്കിൽ 2 ഡോസോ HPV വാക്സിൻ കൊടുത്താൽ മതി. ആ 1 ഡോസ് എന്നുള്ളത് ഓഫ് ലേബൽ സിംഗിൾ ഡോസ് വാക്സിൻ എന്നാണ് പറയുന്നത്. നമ്മൾ ലൈസൻസ് കൊടുത്തേക്കണ 2 ഡോസിനാണ്, പക്ഷെ ഓഫ് ലേബലായിട്ട് നമുക്ക് സിംഗിൾ ഡോസ് കൊടുക്കാം. ദേ വിൽ ഗെറ്റ് ദ സഫിഷ്യൻറ്റ് ഇമ്മ്യൂണിറ്റി. ആ ഡിസിഷൻ ഓരോ കൺട്രീസിനും എടുക്കാൻ പറ്റും. പിന്നെ 20 വയസ്സിന് മുകളിലുള്ളവർ 2 ഡോസ് വാക്സിൻ എടുക്കണം എന്നുള്ളതാണ് പുതിയ WHO റെക്കമെൻഡേഷൻ. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ലൈസൻസ് തരുന്നത് DCGI ആണ്. ഇന്ത്യയിൽ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് 2 ഡോസ് ആൻഡ് 3 ഡോസ് ഷെഡ്യൂളിനായിരുന്നു. അതിനാലാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ 2 ഡോസ് 3 ഡോസ് ഷെഡ്യൂൾ പറയാൻ കാരണം. പക്ഷേ ഈ സിംഗിൾ ഡോസ് ഷെഡ്യൂൾ ഒരു കൺട്രിക്ക് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഒരു പ്രോഗ്രാമായിട്ട് വരുമ്പോൾ 2 ഡോസ് വാക്സിൻ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സിംഗിൾ ഡോസ് വാക്സിൻ കൂടുതൽ കുട്ടികൾക്ക് കൊടുത്ത് ആ കൂടുതൽ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇക്കണോമിക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സിംഗിൾ ഡോസ് വാക്സിൻ കൊടുക്കുന്നത്.